ഹലോ ഫ്രണ്ട്സ്, ഇതുപോലൊരു കുപ്പിയുണ്ട് നമുക്ക് മിക്ക ജോലികളും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. ഇത് കണ്ടാൽ നിങ്ങളിനി ഇതുപോലുള്ള കുപ്പികൾ തിരഞ്ഞു നടക്കും. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ കൂടെ തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. ഇപ്പോൾ ഇവിടെ ഇതൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കുപ്പികൾ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് കളയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലുള്ള ടിപ്സൊക്കെ കുപ്പി കൊണ്ടുള്ള ടിപ്സൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എടുത്തിരിക്കുന്ന കുപ്പിയുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉള്ള ഭാഗം കുറച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി അത് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം എടുത്തിരിക്കുന്നത് നമ്മൾ കവറിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. എന്നിട്ട് ആ കവറിൽ തന്നെ നമ്മളത് കെട്ടി അതുപോലെ തന്നെ വെക്കാറുണ്ട്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് സാധനം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ എടുത്ത് കാണിക്കുന്നു. അതിൽ നിന്ന് കുടഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് നിൽക്കത്തില്ല. എല്ലാം കൂടെ പുറത്തോട്ട് ചാടി പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടും അതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ആ കവറ് വെക്കുന്നതിന് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ കുപ്പിയുടെ പോർഷൻ വെട്ടി മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ കൂടെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ കവറിലോട്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കുപ്പിയുടെ ആ ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുത്താൽ മതി. പക്ഷേ അങ്ങനെ അടച്ചു കൊടുക്കുന്ന സമയത്ത് വീണ്ടും നമ്മളത് തുറന്നിട്ട് എടുക്കുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് കവർ തെന്നി പോകാറുണ്ട്. അപ്പോൾ പോകാതിരിക്കാനായിട്ട് അങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ കുപ്പിയുടെ അടപ്പ് ഇത് ഇവിടെ കാണിക്കുന്ന പോലെ നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്റ്റോറേജ് കണ്ടെയ്നറായിട്ട് നമുക്ക് ഇവിടെ സെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കവർ വെച്ചിട്ട് പ്ലാസ്റ്റിക് കുപ്പിയും വെച്ചിട്ട് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണിത്. സ്റ്റോറേജ് കണ്ടെയ്നർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കവറിനകത്തായിരിക്കും എടുത്തു വെക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുത്തു വെക്കാനും അതിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതിനും നല്ല രീതിയിൽ തന്നെ നമുക്ക് പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് പാത്രത്തിലോട്ട് പയറെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് എടുക്കാനും പറ്റും. എന്നിട്ട് അത് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന കവറിൻ്റെ ആ പാർട്ട് വേണമെങ്കിൽ നമുക്ക് അത് വെട്ടിക്കളയാം. ഇപ്പം നമുക്ക് കുറച്ച് പോർഷന് അതിനകത്ത് സാധനം വെച്ചിട്ടുള്ളത് കൊണ്ടാണ് എക്സ്ട്രാ ആയിട്ട് കവർ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ നമുക്ക് സാധനം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും എക്സ്ട്രാ ആയിട്ടുള്ള പോർഷൻ കാണത്തില്ല. ഇനി വേണമെങ്കിൽ അത് ആ പോർഷൻ വെട്ടിക്കളയാവുന്നതാണ്. ഈ ടിപ്പ് യൂസ്ഫുൾ ആണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് പറയാനും മറന്നു പോരുതേ. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം മാങ്ങ സീസൺ ആണല്ലോ. മാങ്ങ സീസണിൽ ഈ കുപ്പി വെച്ചിട്ട് നമുക്ക് മാങ്ങ താഴെ വിടാതെ പറിക്കാനായിട്ട് പറ്റിയ ഒരു ടിപ്പ് ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. മാങ്ങയൊക്കെ പഴുപ്പിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് താഴെ വിടാതെ പറിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്ലോഡ് ആക്കി ഇട്ടിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുപ്പിയുടെ ഇതുപോലൊരു പോർഷനാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അത് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കുപ്പിയുടെ പോർഷനിൽ നിന്ന് ആ വെട്ടി മാറ്റിയിരിക്കുന്ന പോർഷനില്ലേ, അത് അവിടെ ആ ഭാഗമാണെങ്കിൽ നമുക്കൊരു ഓവൽ ഷേപ്പിൽ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഓവൽ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഓവൽ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീനിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാമേ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഫ്ലോറൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കുപ്പിയുടെ പോർഷൻ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ കുപ്പിയിൽ കുറേ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ പിച്ചാത്തി ചൂടാക്കിയിട്ട് കുറേ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ വേണം തന്നെ ഹോൾ ഇട്ട് കൊടുക്കാനേ. പിച്ചാത്തി ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുതായ 2 പാൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെറുതാകുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നമ്മൾ അത് എടുത്ത് കളയായിരിക്കും ചെയ്തത്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ എടുത്തിരിക്കുന്ന പാൻ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പോർഷൻ ഞാൻ കത്രിക ഉപയോഗിച്ച് അതൊന്ന് വെട്ടി മാറ്റുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്കത് വെട്ടിയെടുക്കാവുന്നതാണ്. കുറച്ച് നീളത്തിൽ കിട്ടത്തക്ക രീതിയിലാണ് അത് വെട്ടിയെടുക്കുന്നത്. അങ്ങനെ വെട്ടിയെടുത്തിട്ട് അതൊന്ന് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചൊക്കെ അഴിച്ചെടുക്കാവുന്നതാണ്. അത് ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ പിന്നെ സ്ട്രിപ്പ് കണക്കി അതൊന്ന് വീണ്ടും ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്.
സ്ട്രിപ്പ് കണക്കിന് നമ്മൾ വെട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നീളത്തിലാണെങ്കിലും വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ ക്രോസ് വൈസ് ആയിട്ടാണെങ്കിലും നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നീളത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഡൈ, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതുപോലെ ഓൾഡ് ക്ലോത്ത് റീയൂസ് ഐഡിയാസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്രോസ് വൈസ് ആയിട്ട് അതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്, ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ക്രോസ് വൈസ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് അത് നീളത്തിൽ സ്ട്രിപ്പ് കണക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും അതൊന്നുകൂടി ഇതുപോലെ ഒന്ന് വെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. പിന്നീട് മറ്റേ നമ്മൾ വേറൊരു ബാൻഡ് കൂടെ എടുത്തല്ലോ, അതുകൂടെ ഇതേ രീതിയിൽ തന്നെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ വെട്ടിയെടുത്തതിലൂടെ ഒരുമിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. ഇതുപോലൊരു കുപ്പി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത്. നമുക്ക് നല്ലതായിട്ട് തന്നെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ നമ്മൾ ഹോളിട്ട് മാറ്റി വെച്ചിരുന്ന ആ കുപ്പിയുടെ പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ആ ഹോളിലോട്ട് നമ്മുടെ ആ തുണി ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കെട്ടി വെക്കാവുന്നതാണ്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഓരോ ഹോളിലോട്ടും നമുക്ക് ആ സ്ട്രിപ്പ് കണക്കെ വെട്ടി വെച്ചിരിക്കുന്ന തുണി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഹോളിട്ട് കൊടുക്കുന്ന സമയത്ത് നിറയെ ഹോളിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അപ്പോൾ നമുക്ക് കുറേ തുണികളുടെ ഇതുപോലെ സ്ട്രിപ്പ് അതിൽ കെട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്ട്രിപ്പ് കണക്കെ വെട്ടിയെടുത്ത തുണികളെല്ലാം ഹോളിൽ കൂടെ ഇട്ട് കൊടുത്ത് കെട്ടിയെടുത്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. നല്ലൊരു ക്ലീനിങ് മോപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി ഇതുപോലുള്ള മോപ്പൊക്കെ മേടിക്കാറുണ്ട്. അതിനൊക്കെ ഭയങ്കര പൈസയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഇടുന്ന ഭാഗത്താണെങ്കിൽ നമുക്കൊരു സ്റ്റിക്ക് കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ഒരു മോപ്പ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കുപ്പികളും അതുപോലെ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ റീയൂസ് ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത്. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്കിത് പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ചുക്കിലി അടിച്ചൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ചുക്കിലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിക്കാനായിട്ടാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചുക്കിലി അടിച്ച് കാണിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചുക്കിലിയൊക്കെ അടിച്ച് അത് പോകുന്നതായിരിക്കും. നല്ലൊരു മോപ്പായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയ മോപ്പ് ഉപയോഗിച്ചിട്ട് ഫ്ലോർ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. എടുത്തിട്ടുണ്ട്. ആ ബേസിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഏകദേശം 2 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ നീരുടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മോപ്പ് അതിലോട്ടൊന്ന് മുക്കിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് മുക്കിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് പിഴിഞ്ഞ് എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൽ ചേർത്ത് കൊടുത്ത ബേക്കിംഗ് സോഡ, ഉപ്പ്, നാരങ്ങ നീര് ഇതെല്ലാം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. അതേപോലെ തന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത നാരങ്ങയും ഉപ്പും ഒക്കെ ആണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ തരുന്നതാണ്. ആ മോപ്പ് വെച്ചിട്ടൊന്ന് ഫ്ലോർ ഒന്ന് ക്ലീനാക്കി കാണിക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുത്തി ഒന്ന് തുടയ്ക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വീശി ഒന്ന് തുടയ്ക്കുന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മോപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ ക്ലീനിങ് ടിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കണോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.